റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു. റിസൾട്ട് റെസ്പോൺസുകൾക്ക് പോയാൽ തിയേറ്റേഴ്സിൽ പോയാൽ അവിടുത്തെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഞങ്ങൾ തിയേറ്റേഴ്സിൽ പോയിരുന്നു, നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും. മോശം കാര്യം പറഞ്ഞില്ല. ഫാമിലിയോട് എല്ലാവരും ഫാമിലി ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ മിക്കത് ഫാമിലി ആയിരുന്നു. സോ എല്ലാവർക്കും എല്ലാവരും ഹാപ്പിയാണ്. ഭയങ്കര ഗുഡ് റിവ്യൂസ് ആണ്. ഒരു ചെറിയൊരു കമ്പാക്കിൽ ഒരു പക്ക ഡോണിൽ ഞാൻ അവിടെ പോയിട്ടില്ല. കമ്പാക്ക് ഒന്നുമില്ല. ആക്ടറിന് ഒരിക്കലും ഒരു ആക്ടറിന് കമ്പാക്ക് എന്ന് പറഞ്ഞ സാധനമില്ല. ആക്ടർ എപ്പോഴും കാണും, പടങ്ങൾ പോവും വരും, അതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിമാണ്. കമ്പാക്ക് ഞാൻ എപ്പോഴും കേരളത്തിൽ മലയാളീസിലൂടെ ഞാൻ എപ്പോഴും ഇതിലെ ഈ ഒരു കഥ കേട്ട സമയത്ത് എന്തായാലും ഫസ്റ്റ് മനസ്സിൽ വന്നൊരു തോട്ട് എന്തായിരുന്നു? അല്ലെങ്കിൽ ഒരു അതായത് ഡബിളോട് ചെയ്യുന്നു, ഒരു ഇങ്ങനെ ആ നോൺ ലെവലിൽ ഒരു കഥാപാത്രം വരുന്നു, ഫസ്റ്റ് മൈൻഡ് വന്നൊരു തോട്ടം വരുന്നു. ഇല്ല, ആക്ച്വലി താങ്ക്സ് ടു AK സന്തോഷ് റൈറ്ററിന്. പുള്ളിയുടെ സ്ക്രിപ്റ്റ് ഞാൻ കുറേ പടം ചെയ്തിട്ടുണ്ട്. പുള്ളി എപ്പോഴും സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ പുള്ളിയുടെ പേനയിൽ എൻ്റെ റിയാസോട് എഴുതി വെക്കും. സോ പുള്ളിയാണ് എന്നെ വിളിച്ചത്, സംസാരിച്ചതെല്ലാം. അപ്പം ഞാൻ പിന്നെ കൂടുതൽ പുള്ളിയാണ് ഞാൻ ചോദിച്ചത്. പിന്നെ 2-3 കാര്യങ്ങൾ. AK സന്തോഷം, പിന്നെ എൻ്റെ ക്യാമറമാൻ സുഖേട്ടനാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് 35 years ബാക്ക് എൻ്റെ വീട്ടിൽ വന്ന്. ആക്ച്വലി സുഖേട്ടൻ സ്റ്റിൽ ക്യാമറമാൻ അല്ല, പുള്ളി ചെയ്യില്ല, പക്ഷെ എനിക്ക് വേണ്ടി പുള്ളി 35 വർഷം മുമ്പ് വീട്ടിൽ വന്ന് സ്റ്റിൽ എടുത്തതാണ് ഞാൻ എൻ്റെ അഭിനയം ഫസ്റ്റ് ആക്ടിങ് തുടങ്ങിയത്. സോ പുള്ളി ഉള്ളാറുണ്ട്. ഞാൻ പിന്നെ കുറേ പടം ചെയ്തിട്ടുണ്ട്, ഇഷ്ടമായ പടം ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊക്കെ ഒരു തിങ്സ് വിച്ച് ഐ നെവർ സേ നോ. ആ പടത്തിൽ നോ പറയില്ല. സോ അതൊരു മെയിൻ റീസണാണ് രണ്ടുപേരുള്ളത്. പിന്നെ അഷ്കറിലൂടെ രണ്ടാമത്തെ പടമാണ്. ഈ കഥാനായകൻ അഷ്കറാണ്. അഷ്കറിന് എല്ലാം നല്ലത് വരട്ടെ, വലിയൊരു ഹീറോ ആറ്റെന്നാണ് എൻ്റെ പ്രാർത്ഥന. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനൊരു കഥാപാത്രം ഡബിളോളിലൊക്കെ വന്നിട്ടുണ്ട് കഥാപാത്രം? അപ്പോൾ 2 ക്യാരക്ടർക്ക് മാത്രം ട്രാൻസ്ഫർ ചെയ്യണം, ആ പ്രോസസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള നമ്മളൊന്ന് സിനിമ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളത് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നത്. മറ്റേ വേറൊരു കഥാപാത്രത്തിന് കുറച്ച് വണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പോലീസ് ഓഫീസറാകുമ്പോൾ അതിൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കണമായിരുന്നു. നമുക്ക് ആ കഥാപാത്രം അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ നന്നായി വരണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ DNA ഞാൻ മിക്സ് ചെയ്തതാണ്. അതിൽ വേറൊരു ഗെറ്റപ്പാണ്, അത് വേറൊരു സ്റ്റൈലാണ്. സ്റ്റൈൽ ഓഫ് ആക്ടിങ് വേറെയാണ്, വേറെ സംഭവമാണ്. ഇത് വന്നപ്പോൾ ഇതിൽ വേറെ 2 തരം കഥാപാത്രങ്ങൾ. അതിൽ പോലീസ് ഓഫീസർ ആകുമ്പോൾ വേറെ ഒരു ക്രിസ്റ്റി സാം എന്നാണ് പോലീസ് ഓഫീസറുടെ പേര്, മറ്റേ കഥാപാത്രം അജു എന്നാണ്. രണ്ടും എൻ്റെ ഡിഫറെൻ്റ് ആണ്. 2 മനസ്സും പിടിക്കേണ്ടി വന്നുകൊണ്ട് ഒരു ഫ്ലാഷ് ബാക്കിൽ ബൈക്കില് അങ്ങനെ എൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറായി അത് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. കാരണം നമുക്ക് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രൊഡ്യൂസറാണ് KG അബ്ദുൽ സാറാണ്. പെൻസി പ്രൊഡക്ഷൻസിന് അദ്ദേഹമാണ് ചെയ്തത് പോസ്റ്റ്. അപ്പം ഞാൻ അവരോട് 3ാമത്തെ മൂവിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരു മൂവിയാണ്. അതിൻ്റെ റിസൾട്ട് പ്രേക്ഷകർ തന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ആരും മോശം എന്ന് പറഞ്ഞില്ല, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ മൂവി. അപ്പൊ നിങ്ങൾക്കും അറിയാമല്ലോ അതിൽ ക്ലൈമാക്സ് ഫൈറ്റ് തന്നെ ഇപ്പൊ തിയേറ്ററിൽ കണ്ടപ്പോ പെട്ടെന്ന് തീർന്നു പോലെ തോന്നി. പക്ഷെ അത് 5 ദിവസമായിരുന്നു, 15 days ആയി ക്ലൈമാക്സ് ഫൈറ്റ്. ഒരു ലൊക്കേഷനിൽ പോയി, ആ ലൊക്കേഷനിൽ കുറെ പ്രശ്നമായി. പിന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് വേറെ ലൊക്കേഷനിൽ വന്നു. പിന്നെ പൊന്നാനി ബീച്ചിൽ സെറ്റ് ഫുൾ സെറ്റ് എടുത്തത്. ഞങ്ങളുടെ ബോസിന്റെ നാടായതുകൊണ്ട് അദ്ദേഹം തന്നെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സാക്ഷിയുടെ ഫൈറ്റിനെ പറ്റി എന്താ പറയാ? സാക്ഷി കണ്ട ആൾക്കാർ Sakshi is a very dedicated actress. I know Sakshi from the beginning, the career beginning. She is a very dedicated actress. Tamil കുറേ പടം ചെയ്തു. The way Sakshiയുടെ progress in her career വളരെ wonderful ആണ്. Step by step ആയിട്ടാണ് Sakshi എല്ലാവരും career വന്നത്. And she is there in all language now. So happy sitting next to her. Sakshi, so you've been in Kerala for the last 7 days. Yes. So how was that experience with the people of Kerala? And that too, you watched the film with the people. How was the reaction of the audience? So first of all, I love Malayalam cinema. I've been saying this forever now, and
I love Kerala food. I love the people here. The warmth and affection is just so amazing, so overwhelming. Last 3 days we've been traveling to many theaters and we've been doing breast meet. So I think the vibe of the audience was crazy yesterday. It was so beautiful to see small girls, small cuties and family crowd, and all of them are loving the movie, enjoying the movie, and the interaction was so beautiful. The way they appreciated small things, right? So that's like very heart touching. First of all, I have to say thanks to Benzi Production for giving this opportunity to me and to the entire cast and crew here. And I think Abdul Nazir sir's passion for cinema and love for showing different genres is beautiful, and that is why I got this opportunity to explore a fight scene. And I think it requires a lot of dedication. It's not as easy as it looks. And as actors, like Ashkar said, right, it's a part of our job, it's a part of our profession, so we love doing it. And I totally enjoyed doing the fight scene, and I think the audience response has been very good. Girls are loving it, which I'm very happy about. The Sakshi has that looks. അവർക്ക് ലുക്സ് ഉണ്ട്, വെറുതെ നിന്നാലേ ഒരു മാർഷൽ ആർട്ട് പഠിച്ച ലുക്ക് വരും. That's also a character in the Thank you, Riya sir, for saying that. So, I am a trained martial artist. So, Sidambam, all this I've done my training, kickboxing, everything with Pandian Master, Tamil Nadu. So, and the training it has helped me to do the fight scene. But of course, the dedication, discipline, it's an everyday process. It's not like in the week shoot pandrona, in the week mattonna kadiyadu. It's an everyday process, and the fact that I got the opportunity to explore it itself, I'm very honored. ചെന്നൈയിൽ ഞങ്ങളെല്ലാവരും YMCA almost 90% of actors Pandian Master ക്ലാസ്സിൽ നിന്നാണ് സിനിമാറ്റിക് ഫൈറ്റ് പഠിച്ച് പോകുന്നത്. ഞാനും അവിടുത്തെ ഒരു ശിഷ്യനാണ്. സോ ഐ മീൻ ഏത് വലിയ പേരെടുത്തോളും അവിടെ നടത്തുള്ളൂ. ഒരു സിനിമയിൽ എടുക്കുകയാണെങ്കിൽ കഥയായാലും ശരി, മ്യൂസിക് ആയാലും ശരി, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈറ്റ് സീക്വൻസും. ചില ഫൈറ്റുകൾ കാണുമ്പോൾ ചിലപ്പം ഇതൊക്കെ പോസിബിൾ ആണോ, ഇടിക്കുമ്പോൾ പറക്കൂ എന്നൊക്കെ ലെവലിലുള്ള ആളുകൾ ചിന്താക്കാൻ തുടങ്ങി. അപ്പം ടെക്നിക്കലിയും ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ചെയ്യുന്നപ്പോൾ എത്രത്തോളം അഡ്വാൻസ് ആയിട്ട് ആളുകൾ ഇനി ചിന്തിച്ചു തുടങ്ങിയല്ലോ. അപ്പം ഞാൻ മാറുമല്ലോ. അപ്പം അപ്പോഴെല്ലാം പേഴ്സണലി അങ്ങനെ നോക്കിയിട്ടുണ്ടോ ഇനി ഞാൻ ചെയ്യുന്ന ഫൈറ്റുകൾ? സിനിമ തന്നെ ഒരു അത്ഭുതമാണ്. സിനിമ ഇസ് എ മാജിക്. അത് നമ്മൾ തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ സൂപ്പർമാൻ ഇല്ല, ബാറ്റ്മാൻ ഇല്ല, സ്പൈഡർമാൻ ഇല്ല. ഓക്കെ, സോ സിനിമ അങ്ങനത്തെ ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ പല കണ്ടന്റ് ഉണ്ട്, പല കഥകളുണ്ട്. ആ കഥകളിൽ എന്താണോ അതാണ് നമ്മൾ ചെയ്യുന്നത്. നോർമൽ ഒരാൾക്ക് ഇടിച്ച പറന്നു പോകുന്നില്ല, ഈ മതിൽ ഇടിച്ച മതിൽ പൊളിഞ്ഞു പോകുന്നില്ല, അങ്ങനെയൊന്നും ഇല്ല. ബട്ട് ദാറ്റ് ഈസ് സിനിമ. സിനിമ അതാണ് നമ്മളെ ചെറിയ കുട്ടികളും മുതൽ എല്ലാവരും അത് എന്റർടൈൻമെന്റ് വന്ന് പാട്ടില്ലല്ലോ, നമ്മൾ വെറുതെ ഡാൻസ് ചെയ്യും. സിനിമയിൽ വെറുതെ ഡാൻസ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കറക്റ്റ് സ്റ്റെപ്പിട്ട് ഡാൻസ് ചെയ്യും, അങ്ങനെ ഇല്ല. അതാണ് സിനിമ. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. അതാണ് ആ മീഡിയ, അതിന്റെ പവറാണത് എല്ലാം. അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ നമ്മളത് ചെയ്യില്ല. ആസ് എൻ ആക്ടർ അങ്ങനത്തെ സ്ക്രിപ്റ്റ് വരുമ്പോൾ അങ്ങനത്തെ ഒരു ഫൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കാണില്ല. ആക്ച്വലി ഒരു തട്ട് കട്ടിയാൽ തന്നെ നമുക്ക് 2-4 ദിവസം വേണം. പക്ഷെ ഇത്രയും ഫൈറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്. ഇതൊക്കെ ട്രെയിൻഡ് ആണ്. ഇത് നമ്മള് ഇതൊക്കെ ചെയ്യാൻ അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് തോന്നും, കാണുമ്പോൾ തോന്നും. വേറെ ആരും പിള്ളേരോ കുട്ടികളോ ഒന്നും ചെയ്തത്. But we have to say thanks to Ran Ravi, the stunt master. He's done a fantastic job, and because avanga irukranalena even sir could be able to, and the trust between yeah, the stunt choreographer and actor. And even Ashkar, his fights are like amazing, right? Amazing fights. ഞാൻ അമീറുമായിട്ട് സെക്കൻഡ് മൂവി DNA ഫസ്റ്റ് ഞങ്ങൾ ഫൈറ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ് പിന്നെ സിനിമാറ്റിക് ഫൈറ്റ് ടോട്ടലി എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ഷുഡ് ലേൺ മാർഷൽ ആർട്ട്, ബട്ട് സിനിമാറ്റിക് ഫൈറ്റ് വെച്ചാൽ ടോട്ടൽ അത് ഇത് പഠിച്ചാൽ അത് ചെയ്യുന്നില്ല.